ആർ യു റെഡി? അതെ, നമുക്ക് രസകരമായിട്ടുള്ള ഒരു ചർച്ച ചെയ്യാം. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം, ബാക്കി നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അതെ, ഞാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്. ഇപ്പോൾ നമ്മുടെ LDF സർക്കാർ, അതായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് നമ്മുടെ ഇന്ത്യ ഭരിക്കുന്നത് എന്ന് നമ്മളൊന്ന് ചുമ്മാ ഒന്ന് കണക്ക് കൂട്ടുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ട്രാക്ടർ കാണുമായിരിക്കും, കമ്പ്യൂട്ടർ കാണുമായിരിക്കും. ചോദിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘവീക്ഷണം എന്ന് പറഞ്ഞൊരു സാധനം വേണമല്ലോ. ഇപ്പോൾ തോമസ് ഐസക് സാർ തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞാണല്ലോ, ഏതാ UP ഒന്നും ഇന്ത്യയിൽ നടപ്പാകത്തില്ല, അതായത് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന സാധനം നടപ്പാകത്തില്ല. പിന്നെ പഴം പച്ചക്കറി ആക്രമിക്കുന്നവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ QR കോഡുമായിട്ടിരിക്കാൻ പോകുമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ദീർഘവീക്ഷണത്തിൻ്റെയാണ് കേട്ടോ, അതൊന്നും നടക്കത്തില്ലെന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ സാധനം ഒരു പക്ഷേ വരാതിരിക്കുമായിരുന്നു. ഇവർ സമരം ചെയ്താണല്ലോ, ഇവർക്ക് താല്പര്യമില്ലല്ലോ, കമ്പ്യൂട്ടർ വരുന്നതിനോട് താല്പര്യമില്ല. അപ്പോൾ കമ്പ്യൂട്ടർ നമ്മുടെ നാട്ടിൽ വന്നില്ല എന്നാണ് ആലോചിച്ച് നോക്കിയേ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പോലും പറ്റത്തില്ലായിരിക്കും, അല്ലേ? സോഷ്യൽ മീഡിയ പോലും കാണത്തില്ല. നമ്മൾ എത്രയോ കൊല്ലം പുറകോട്ട് പോയേനെ. അതുപോലെ തന്നെ ട്രാക്ടർ വരത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ബോട്ടൊക്കെ വരുന്നതിന് സമരം ചെയ്തെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല, അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതായത് നമ്മൾ ഈ തുഴയുമായിരുന്നല്ലോ പണ്ടിങ്ങനെ വള്ളത്തേൽ, അപ്പോൾ അവരുടെ ജോലി നഷ്ടപ്പെടും. അതുകൊണ്ട് യന്ത്രം ഘടിപ്പിച്ച, എൻജിൻ ഘടിപ്പിച്ച ബോട്ടുകളൊന്നും ഇവിടെ വരാൻ പാടില്ല, അതിനൊക്കെ സമരം ചെയ്തെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ ഉള്ള സമരപരിപാടികളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കെ. ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ, ഇവരാണ് ഇന്ത്യ ഭരിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ വരുമായിരുന്നു. ഇതൊന്നും വന്നില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഏത് നൂറ്റാണ്ട് നമ്മൾ ജീവിച്ചേനെ. എത്ര കൊല്ലം നമ്മൾ പുറകിലോട്ട് പോയേനെ. അപ്പോൾ ഇതുപോലെ ഒരു ദീർഘവീക്ഷണം ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവർ പറഞ്ഞിട്ടും ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ലേ. ട്രാക്ടർ വരാൻ പാടില്ല, കമ്പ്യൂട്ടർ വരാൻ പാടില്ല, എന്തായാലല്ലേ നമ്മുടെ നാടിൻ്റെ അവസ്ഥ. അതുപോലെ തന്നെ നമ്മുടെ ഒരു മന്ത്രി പറഞ്ഞാണേ, LDFൻ്റെ ഒരു മന്ത്രി പറഞ്ഞ, പേരൊന്നും ഞാൻ പറയുന്നില്ല, അദ്ദേഹം പറഞ്ഞാണേ, നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യം കുറേ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് കുറേ സംവിധാനങ്ങളൊക്കെ വാങ്ങുന്നുണ്ടല്ലോ. ഇപ്പോൾ ഏറ്റവും അവസാനം പാകിസ്ഥാനുമായിട്ടുള്ള ചെറിയ യുദ്ധം പോലെ വന്നല്ലോ. ആ സമയത്ത് നമ്മുടെ കയ്യിൽ S-400 എന്ന് പറഞ്ഞൊരു പ്രതിരോധ സംവിധാനം ഉണ്ടായിരുന്നു. ആ സംവിധാനം ഉള്ളത് കൊണ്ടാണ് അവന്മാർ വിട്ടിരിക്കുന്ന പകുതി മിസൈലും ഡ്രോണുകളും ഒക്കെ ആകാശത്ത് തന്നെ വെച്ച് പൊട്ടിച്ച് കളയാൻ സാധിച്ചത്. അപ്പോൾ ഈ LDFൻ്റെ ഞാൻ പറഞ്ഞ ഒരു മന്ത്രി പറഞ്ഞ കാര്യം, അദ്ദേഹം പറഞ്ഞാണ്, എന്തിനാണ് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കുന്നത്, മനസ്സിലായി? ഫൈറ്റർ ജെറ്റുകളൊക്കെ പുതിയതൊക്കെ എന്തിനാണ് മേടിക്കുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, ഇതുകൊണ്ട് പട്ടിണി മാറുമെന്നാണ് ഇവർ ചോദിച്ചത്. അപ്പോൾ അതും കൂടെ വെച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ഇങ്ങനെ പറയുന്ന ആൾക്കാരൊക്കെയാണ് കേന്ദ്രം ഭരിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായേനെ? പാകിസ്ഥാനെല്ലാം കയറി ആക്രമിച്ച്, പാകിസ്ഥാനും ചൈനയെല്ലാം കയറി ആക്രമിച്ച് പണ്ടാറ അടക്കിയേനെ, അല്ലേ? പണ്ടത്തെ റിവോൾവർ തോക്കൊക്കെ മതി എന്ന് പറയും ചിലപ്പോൾ ഇവർ. എന്തായാലും കാര്യം മനസ്സിലായല്ലോ, ഇന്ത്യ മഹാരാജ്യം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് ഭരിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിച്ചേനെ എന്നുള്ളതാണ് നമ്മുടെ ഒരു ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ. അതായത് ദൈവമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദൈവമുണ്ട്, ദൈവമില്ലെങ്കിൽ ആര് തേങ്ങയിൽ വെള്ളം നിറയ്ക്കും, ഒരു പരസ്യം കണ്ടിട്ടില്ലേ? സൈക്കിൾ ബ്രാൻഡ് പ്യൂർ അഗർബത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്ന് പറഞ്ഞ പോലെ LDF സർക്കാരാണ് ഇന്ത്യ ഭരിച്ചിരുന്നത് എന്നുണ്ടെങ്കിലോ എന്നുള്ളതാണ് ചോദ്യം. ട്രാക്ടർ വരുമായിരുന്നോ? കമ്പ്യൂട്ടർ വരുമായിരുന്നോ? യന്ത്രം പിടിപ്പിച്ച ബോട്ടുകൾ വരുമായിരുന്നോ? നമ്മൾ എത്ര കാലം പുറകിലേക്ക് പോയേനെ. UP പേയ്മെൻറ്റ് വരുമായിരുന്നോ? ഇൻ്റർനെറ്റ് പോലും വരത്തില്ലല്ലോ അല്ലേ കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. അപ്പോൾ അങ്ങനെ രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തത് കേട്ടോ. അയ്യോ പോകരുതേ, ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. ഇതുപോലെ തന്നെ UDF ഗവൺമെൻറ് ആയിരുന്നെങ്കിലോ അതുകൂടെ ഒന്ന് പറയണേ. ഏതാ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളും മറ്റു രാജ്യങ്ങളൊക്കെ നമ്മളെ കയറി ആക്രമിക്കുമായിരുന്നോ, അതോ ചില പ്രീണന രാഷ്ട്രീയങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊന്ന് കണക്ക് കൂട്ടി നോക്ക്, മനസ്സിലായല്ലോ. ചില ആൾക്കാരുമായിട്ടൊക്കെ കൂട്ടി പിടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ ഭരണത്തിലേക്ക് വന്ന എന്തായിരിക്കും സ്ഥിതി നമ്മുടെ രാജ്യത്തിൻ്റെ, അതൊക്കെ വെച്ചിട്ട് ഒന്ന് കമൻറ്റ് എഴുതുക കേട്ടോ. അതുകൂടെ കിടക്കട്ടെ.